ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ISLൻ്റെ നടത്തിപ്പുകാരായ FSDLും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. 15 വർഷത്തെ കരാറിലായിരുന്നു ഒപ്പുവെച്ചിരുന്നത്. 2010 മുതൽ 15 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 2025 ഡിസംബർ മാസത്തോടു കൂടി ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഇത് പുതുക്കാൻ ഇതുവരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. FSDLും AIFും തമ്മിലുള്ള ആ ഒരു ചർച്ചകൾ ഇപ്പോഴും വലിയ രൂപത്തിൽ പുരോഗമിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. FSDLന് നൽകുന്നില്ലെങ്കിൽ പുതിയ സ്പോൺസർമാരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കണ്ടെത്തേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ തനിച്ച് ISL നടത്തേണ്ടി വരും. അതായത് ഇങ്ങനെ അടുത്ത സീസണിൽ ISL നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതകൾ വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് IFF ന്യൂസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് പല ക്ലബ്ബുകളും ഇപ്പോൾ താരങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫറുകൾ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. ISLൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ താരങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫറുകൾ ഇപ്പോൾ നടത്തേണ്ടതില്ല, ഒക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത സീസണിൽ ISL നടക്കും എന്ന കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ ക്ലാരിറ്റി ഈ ക്ലബ്ബുകൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പോസിറ്റീവായ അപ്ഡേറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ക്ലബ്ബുകൾ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് IFF ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ക്ലബ്ബുകളും ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഒഫീഷ്യൽ ക്ലാരിറ്റിക്ക് വേണ്ടി. ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ അത്ര ആക്റ്റീവ് അല്ല എന്നാണ് IFF ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.